ഹലോ ഫ്രണ്ട്സ്, എൽഎസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ പൊരിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഴിക്കോടൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള പൊരിച്ചെടുക്കാം. ഒരു 250 ഗ്രാം സവാള ഉണ്ട് അരിഞ്ഞത്. അത് നന്നായിട്ടൊന്ന് പൊരിച്ച് മാറ്റി വയ്ക്കാം. ഓവറായിട്ട് കരിഞ്ഞു പോകാതെ അതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഒരു ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഡാൽഡ എടുത്തോളൂ കേട്ടോ. 100 ഗ്രാം ഡാൽഡയും 25 ഗ്രാം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്കതിൻ്റെ ടേസ്റ്റ് പിടിക്കാത്തതുകൊണ്ട് വെളിച്ചെണ്ണയിലാക്കിയതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. പിന്നെ കുറച്ച് ചൂടുവെള്ളം മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സവാളയും ക്യാരറ്റും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ചധികം വെള്ളം വെച്ചതുകൊണ്ട് കുറച്ച് 1 ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തന്നെ അതിൻ്റെ വെള്ളം വറ്റി വരണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് 1 നാരങ്ങ നീരും 2 ടീസ്പൂൺ പാലും 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ വീഡിയോ ഇതിൽ കിട്ടിയില്ല കേട്ടോ. ചോറിലെ വെള്ളം ലേശം വറ്റി വരുമ്പോൾ നമുക്കതൊന്ന് എടുത്ത് കടിച്ച് നോക്കാം. കുറച്ച് സോഫ്റ്റ് ആയെന്ന് തോന്നുമ്പം മൂടി വെച്ച് കുറച്ച് കനലും മേലെയിട്ട് അടിയിലും കുറച്ച് കനലിട്ട് മൂടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം കേട്ടോ. ഇനി ഒരു ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിലോ ഡാൽഡയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് ഒരു 600 ഗ്രാം സവാള വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ടൈം എടുക്കും വഴറ്റി വരാനായിട്ട്. ഉള്ളിയൊക്കെ നന്നായി വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. അത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചാനലിൽ എൽഎസ് ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊരു വെള്ളമൊക്കെ വറ്റി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തന്നെ പൊടിച്ച മസാലയുണ്ട് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 6 ബിരിയാണി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ബിരിയാണി മസാലേൻ്റെ കൂട്ട് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്തോ കേട്ടോ. അതിൻ്റെ കൂട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി ഉണ്ടല്ലോ, അതിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് പണികളൊന്നും ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി അത് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചോറ് വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കനിലേട്ടിട്ടൊന്ന് ദമ്മിട്ട് വയ്ക്കാം.
ആദ്യം കുറച്ച് ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കുറച്ച് പുതിനയിലയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചോറ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വളരെ പെട്ടെന്നല്ല, എന്നാലും നമ്മൾ ചിക്കൻ പൊരിക്കാതെ ആക്കുമ്പോൾ അത്രയും പണി നമുക്ക് കുറഞ്ഞ് കിട്ടും. ഇതുപോലെ നമുക്ക് ചോറിനെ 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് പുതിനയിലയും മല്ലിച്ചപ്പും പിന്നെ ഒരു നുള്ള് ബിരിയാണി മസാലയും കുറച്ച് നെയ്യും കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്നും കൂടി നമുക്ക് ചോറിട്ട് കൊടുത്ത് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ലെയറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂട് പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയതും കൂടെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കനലും കൂടെ കോരിയിട്ട് നമ്മുടെ ദമ്മ് റെഡിയായി കേട്ടോ. മൈദ വെച്ച് ഒട്ടിക്കുന്നൊന്നുമില്ല, നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കനലും കൂടെ കോരി വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോട് സ്റ്റൈല് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അറിയാവുന്നവർ ഒത്തിരി പേരുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പം നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്, നല്ല നല്ല ഷോർട്ട്സ് വീഡിയോസൊക്കെ ഉണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. എന്തായാലും കിട്ടില്ല.